ഡൽഹിയിലെ രാഷ്ട്രീയ ഗോതയിൽ നിന്നുയരുന്ന പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറല്ലെന്ന് പ്രതിപക്ഷം തെളിയിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമരം ക്രൂരമായി അടിച്ചമർത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണം, അല്ലാത്ത പക്ഷം പാർലമെന്റിന്റെ പടി ചവിട്ടാൻ അനുവദിക്കില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ആ മുന്നറിയിപ്പ് വെറുമൊരു ഭീഷണിയായിരുന്നില്ല എന്ന് രാജ്യം ഇന്ന് നേരിട്ട് കാണുകയാണ്. വർഷകാല സമ്മേളനം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സഭയിൽ എത്താനാകുമെന്ന ആഭ്യന്തരമന്ത്രിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുകയായിരുന്നു. കാരണം പാർലമെന്റിന്റെ വാതിലുകൾക്ക് മുന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വമ്പൻ പ്രതിരോധം തന്നെ തീർത്തിരുന്നു. പ്രതിപക്ഷ എംപിമാർ കൈകളിൽ ബാനറുകളും പ്ലക്കാർഡുകളുമായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമിത്ഷാ എവിടെ പോയി മറഞ്ഞു എന്നുള്ളത്. ഡൽഹിയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വിറപ്പിച്ച് നിർത്തിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാനാകാതെ ഭരണപക്ഷം പതറുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത്. പ്രതിഷേധത്തിൻ്റെ കനൽ ചൂട് ഭയന്നാണോ അതോ സഭയെ അഭിമുഖീകരിക്കാനുള്ള മടി കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ മണിക്കൂറുകളിലും സഭയിലേക്ക് എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു വശത്ത് അമിത്ഷായ്ക്കുള്ള ഈ തെരച്ചിൽ നടക്കുമ്പോൾ മറുവശത്ത് ആഞ്ഞടിക്കുന്ന ആരോപണങ്ങൾ സഭയുടെ അന്തരീക്ഷത്തെ കൂടുതൽ വീർപ്പുമുട്ടിച്ചു. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത സംഭാവന പണം മോഷ്ടിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ അടുത്ത പോരാട്ടം. മഹർദ്വാറിന് മുന്നിൽ ഭണ്ഡാരപ്പെട്ടികൾ നിരത്തിവെച്ച് അവർ നടത്തിയ സമരം ഭരണപക്ഷത്തെ ശരിക്കും പ്രതിരോധത്തിലാക്കി. പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ പടയൊരുക്കം ശക്തമായി നടക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ പക്ഷേ ജനാധിപത്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന നാടകീയ നീക്കങ്ങളാണ് അരങ്ങേറിയത്. യാതൊരുവിധ ചർച്ചകൾക്കും വഴിമാറാതെ ബില്ലുകൾ മിന്നൽ വേഗത്തിൽ പാസാക്കിയെടുക്കുന്ന തിരക്കിലായിരുന്നു ഭരണപക്ഷം. വെറും 3 മിനിറ്റ് കൊണ്ട് ടാക്സേഷൻ ബില്ലും 5 മിനിറ്റ് കൊണ്ട് ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലും ചർച്ചകളിലൊന്നുമില്ലാതെ സഭ പാസാക്കിയെടുത്തു. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പരമോന്നത സഭയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പ്രതിപക്ഷം കൃത്യമായി ചൂണ്ടിക്കാട്ടി. ഇതൊരു ബില്ല് നിർമ്മാണ ഫാക്ടറി അല്ലാതെ മറ്റെന്താണ് എന്ന് ചോദിച്ചു പോകും. 3 മിനിറ്റിനുള്ളിൽ വലിയ ബില്ലുകൾ പാസാക്കിയെടുക്കുന്ന ഈ അത്ഭുത വിദ്യയെ തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ഡെറിക് ഒബ്രിയാൻ പരിഹസിച്ചത് വളരെ രൂക്ഷമായ ഭാഷയിലാണ്. 2 മിനിറ്റിൽ മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെയാണ് ഇവിടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെയുടെ വാക്കുകളിൽ അമർഷവും പ്രതിഷേധവും ഇരച്ചെത്തുകയായിരുന്നു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിൻ്റെ ക്രൂരമായ അതിക്രമങ്ങൾ നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ വായ ആരെങ്കിലും തുന്നിക്കെട്ടിയോ എന്ന് ഖർഗെ കടുപ്പത്തിൽ ചോദിക്കുകയുണ്ടായി. പാർലമെന്റിനെ തെല്ലും ബഹുമാനിക്കാത്ത അമിത്ഷാ ഒളിച്ചിരിക്കുകയാണെന്നും ജനങ്ങളുടെ ശക്തി അദ്ദേഹത്തെ ഒരു ദിവസം പുറത്തേക്ക് വലിച്ചിഴക്കുമെന്നും ഖാർഗെ താക്കീത് നൽകിയിരിക്കുന്നു. സഭയെ ഭയന്ന് ഓടിയൊളിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയെ കണ്ടെത്താനുള്ള ഒരു ലൈവ് ഒളിച്ചുകളി വേദിയായി പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനം മാറുന്നൊരു കാഴ്ചയാണ് ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പാർലമെന്റ് മന്ദിരത്തിൽ എവിടെയോ ഉണ്ട്, എന്നാൽ സഭയ്ക്കുള്ളിൽ മാത്രം അദ്ദേഹത്തിൻ്റെ നിഴൽ പോലുമില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ പരിഹാസം ഡൽഹിയിലെ രാഷ്ട്രീയ ചൂട് വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും സഭയിൽ എത്തിച്ചേരാത്ത അമിത്ഷാ ഇനി എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കടുത്ത അവ്യക്തത തുടരുകയാണ്. എങ്കിലും സമ്മേളനം പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹം സഭയിൽ എത്തുമെന്നാണ് ഭരണപക്ഷത്തു നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. വരും മണിക്കൂറുകളിൽ സഭയിൽ നടക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത പോരാട്ടങ്ങളാണ്. ലോകസഭ പരിഗണിക്കുന്ന 4 പ്രധാന ബില്ലുകളിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ബില്ലുകളുമുണ്ട്. പാർലമെന്റിന് പുറത്തു നടത്തിയ പ്രതിഷേധത്തിന്റെ വീഡിയോ ഇതിനൊപ്പം ചേർക്കുന്നു, അത് കണ്ടു നോക്കാം. जब तक गृह मंत्री जी पार्लियामेंट में स्टेटमेंट नहीं देंगे तब तक डेडलॉक कंटिन्यू ही रहेगा मेरे ख्याल से। देना होगा देना होगा देना होगा देना होगा
छोड़ो चढ़ावा चोर गद्दी छोड़ो अरे गद्दा चोर गद्दी छोड़ो